ഇങ്ങനെ തരംതാണോ ഈ പാർട്ടി? ഒരു വിവരവുമില്ല, പത്രം വായിക്കില്ല, അക്ഷരം കണ്ടാൽ അന്നേരം ഉറക്കം വരുന്ന മട്ടിലുള്ള ആളുകളെയൊക്കെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയാം, ഈ ധിക്കാരവും തോന്നിവാസവും എല്ലാം അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്തൊക്കെ തോന്നിവാസം. പിന്നെ കുറച്ച് ആളുകൾ, നല്ല ആളുകളുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരൊക്കെ ശ്വാസം മുട്ടിയിരിക്കുക, പലരും ഭയപ്പെട്ടിരിക്കുക. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതിന്റെയൊക്കെ റിസൾട്ട് വന്നില്ലേ? ഈ തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ, ഈ തെമ്മാടിത്തരങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ CPIM-ൽ നിൽക്കാൻ പറ്റൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നായ്ക്കളെ കിട്ടും, പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നില്ല. രക്ഷപ്പെടണോ? നിങ്ങൾ പറ. രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കണം. എല്ലാ നെടുവീർപ്പുകൾക്കും ഒരു അന്ത്യമുണ്ട്, എല്ലാ നിലവിളികൾക്കും ഒരു അവസാനമുണ്ട്. ഒരു നാൾ ഈ കസേര ജനങ്ങൾ തട്ടിപ്പറിക്കും. ജനങ്ങളാണ് ശരി, നിങ്ങളല്ല ശരി. ജനങ്ങളാണ് ശരി, ജനങ്ങളെ ശരിയുള്ളൂ. അവരാണ് അവസാനത്തെ വിധികർത്താക്കൾ. ഒരു സംശയവും വേണ്ട. എന്ത് അധികാരം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയാം, കാലം തുടലഴിക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറുമ്പോ തകർന്നു പോകാത്ത ഒരു കൊട്ടാരമതിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെറിച്ചു പോകാത്ത ഒരു അധികാരപീഠവും ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.